ഇന്ന് ഞാനൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നേക്കണേ. ഫേസ് പാക്ക്, നമ്മുടെ സ്കിൻ ഗ്ലോ കിട്ടാൻ, ഡെഡ് സ്കിൻ മാറാനൊക്കെ കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തൈര് ഗോതമ്പ് പൊടി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അപ്പർ വേർഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കാനും പാടില്ല. ഓക്കെ, ഇതെല്ലാവരുടെ വീട്ടിലുള്ള സാധനം, ആരുടെയും വീട്ടിലില്ലാത്ത തൈര് എല്ലാവർക്കും ഉണ്ട്, ഗോതമ്പ് പൊടി എല്ലാവർക്കും ഉണ്ട്. അതായത് ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും. അത് ഡ്രൈ ആവണ വരെ നമ്മൾ ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്തോ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് എഫക്റ്റായിട്ട് വരും കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തായിരുന്നു. ഓക്കെ, പിന്നെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് മിണ്ടാൻ പാടില്ല. പിന്നെ തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തൈര് അതേപടി ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അത് ഒന്ന് തണുപ്പ് മാറിയിട്ട് അപ്ലൈ ചെയ്യണേ എപ്പോഴും നല്ലത്. പിന്നെ കൈകളിലോ ഫുൾ ബോഡിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ അതനുസരിച്ച് മിക്സ് ചെയ്താൽ മതി. സാധാരണ ഞാൻ ഫേസ് പാക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ. അന്നേരം അത് പിന്നെ നമ്മൾ കുളിക്കാൻ നേരത്തൊക്കെ ബോഡിയിലും കൂടെ അപ്ലൈ ചെയ്തിടുമ്പോൾ നല്ല സോഫ്റ്റ് സ്കിന്നായി വരും. ഓക്കെ, അന്നേരം ഇപ്പോൾ ഒരുവിധം 3 പ്രാവശ്യം ഞാൻ ഡ്രൈ ആക്കി ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാനത് വാഷ് ചെയ്യാം. വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പയ്യെ മസാജ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അന്നേരം എല്ലാ ഏരിയാസും നോക്കണം. പക്ഷെ കണ്ണിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ആ കൈ വിരൽ നമ്മുടെ നഖം വെച്ച് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കണ്ണിലേക്ക് പോകാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എത്രമാത്രം നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ സമയമുണ്ടോ അത്ര നിങ്ങൾക്ക് മസാജ് ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റണേ അത്രയും സമയം ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. കണ്ട, അങ്ങനെ ക്ലീൻ ചെയ്ത് ഐയുടെ റൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെഡ് സ്കിന്ന്, നമ്മുടെ ചുണ്ടിലെ ഡെഡ് സ്കിന്ന് പോകും. പിന്നെ എന്തെങ്കിലും കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും കേട്ടോ. അത് മസാജും കൂടെ ചെയ്ത് ഇത് ചീക്കിൻ്റെ ഇതിൻ്റെ ലൈനിങ് ആണ് അത് തന്നെ. അത് അങ്ങനെ എവ്രി ഡേ ഡബിൾ ചിന്നൊക്കെ മാറിപ്പോവും കേട്ടോ. ഡബിൾ ചിന്നുള്ളവരെപ്പോഴും അങ്ങനെ തന്നെ ഇങ്ങനെ ഒന്ന് നമ്മൾ പിടിച്ച് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാട്ടോ. അന്നേരം മസാജ് ചെയ്ത് നന്നായിട്ടിരിക്കും. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ സാധനങ്ങളാണ്, അല്ലാതെ കടയിൽ പോയി വാങ്ങിക്കുക. ഞാൻ ഈ എക്സ്പെൻസീവോ കടയിൽ നിന്ന് വാങ്ങിച്ച് ഇതിന് അഡീഷണൽ എക്സ്പെൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ അല്ല കേട്ടോ. എപ്പോഴും നാച്ചുറൽ ഹോം റെമഡീസാണ് എപ്പോഴും യൂസ്ഫുള്ള് നമുക്ക്. അല്ലാതെ എപ്പോഴും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ എല്ലാവർക്കും എനിക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ എപ്പോഴും ഇതിനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അന്നേരം ഞാൻ ഓർക്കും എന്തിനാ പൈസ ഇൻവെസ്റ്റ് ചെയ്യണേ, നമുക്ക് പറ്റണ പോലെ അങ്ങ് ചെയ്താൽ മതിയില്ലേ. അത് തന്നെയാണ് അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അല്ലാതെ കുറച്ച് ദിവസം ഫേസ് പാക്ക് എടുക്കും, അതെടുക്കും, ഇതെടുക്കും, നത്തിങ് ഡൂയിങ്. അന്നേരം അതുമല്ല, സ്കിന്നിന് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ അതാണ് നല്ലത്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ ഇത് ഏത് ഫേസ് പാക്ക് ആയാലും അപ്ലൈ ചെയ്യുമ്പോൾ വേഗം ഡ്രൈ ആയി. എൻ്റെ ഡ്രൈ സ്കിന്നാണേ. ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കുക. ഇത് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കണ്ടോ. എനിക്ക് തന്നെ ഫീൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടോ എന്നറിയില്ല, എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യേണ്ട ആ സ്കിന്നിൻ്റെ വ്യത്യാസം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ. 2 ദിവസമായിട്ട് ഉറക്കം കുറവായിരുന്നു, ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു മോൻ പോയതിൻ്റെ. അതൊക്കെ ഒന്ന് ഫ്രഷപ്പായി ഞാൻ ഫേസ് കണ്ടപ്പോൾ. എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. നിങ്ങൾക്ക് ഉണ്ടായോ? ഒന്ന് നോക്കിയേ, സ്കിന്നിന് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ കേട്ടോ. നന്നായിട്ട് ഫേസിൽ വൈപ്പ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ടവൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. അതൊരിക്കലും തലയിലോ ബോഡിയിലോ നിങ്ങളത് യൂസ് ചെയ്യരുത് കേട്ടോ. നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, സോഫ്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞാനൊന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരുവാണ്. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു. ബാക്കിയുള്ള ഞാൻ ബോഡിയിലോ കയ്യിലോ കാലിലോ ഇടും. ഓക്കെ ദെൻ, താങ്ക് യു.